ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ കോഫി മഗ്. ഞാൻ ലിഷ. ഇന്ന് നമുക്ക് കോൺഫ്ലേക്സ് വെച്ച് ഒരു നല്ല കുക്കി ഉണ്ടാക്കാം. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നതും വൈകുന്നേരങ്ങളിൽ സ്നാക്സായി കഴിക്കാൻ പറ്റിയതുമായ ഒരു അടിപൊളി സ്വീറ്റ് കുക്കി. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി മുതൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്കിനി കുക്കി ഉണ്ടാക്കാം. ആദ്യം നമുക്ക് ഓവൻ 170 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം ഒരു ബൗളിലേക്ക് സോഫ്റ്റായ 1/2 കപ്പ് അൺസോൾട്ടഡ് ബട്ടർ, 1/4 കപ്പ് പൗഡേർഡ് ഷുഗർ ഇവ ചേർത്ത് ഒരു വിസ്ക് വെച്ച് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ബീറ്റ് ചെയ്ത് ഒരു ക്രീം പരുവത്തിലാണ് കിട്ടേണ്ടത്. അടുത്തതായി ഒരു മുട്ടയുടെ മഞ്ഞയും വെള്ളയും വേർതിരിച്ചെടുക്കാം. നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മിക്സിലേക്ക് മുട്ടയുടെ മഞ്ഞ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ്. അതിനായി 1/4 കപ്പ് മൈദ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ് എന്നിവ അരിച്ചു ചേർക്കാം. ഇനി ഒരു സ്പാറ്റുല ഉപയോഗിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമുക്ക് സാമാന്യം തിക്കായിട്ടുള്ള ഡോ കിട്ടിയിട്ടുണ്ട്. നമുക്കിതിനി മാറ്റിവെക്കാം. അടുത്തതായി നമ്മുടെ കുക്കിക്ക് ആവശ്യമായിട്ടുള്ള കോട്ടിംഗ് കൊടുക്കുന്നതിനായി ഞാനിവിടെ 2 കപ്പ് കോൺഫ്ലേക്സ് എടുത്തിട്ടുണ്ട്. നമുക്കിത് ചെറിയ പീസുകളായി നുറുക്കിയെടുക്കണം. തീരെ ചെറിയ പീസുകളാകരുത്, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയേ ചെയ്യാവൂ. ഇനി കുക്കി ഉണ്ടാക്കുന്നതിനായി ഡോ സെറ്റ് ചെയ്തെടുക്കണം. അതിനായി 1 ടേബിൾ സ്പൂൺ ഡോ എടുത്ത് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലേക്സിലേക്ക് ഇട്ട് ഉരുട്ടിയെടുക്കാം. ഈ ഒരു അളവിൽ നമുക്ക് ഈ മിക്സിൽ നിന്ന് 18 കുക്കീസ് വരെ ലഭിക്കും. ഉരുട്ടിയെടുത്ത ഡോ ബേക്ക് ചെയ്യുന്നതിന് വേണ്ടി ബട്ടർ പേപ്പർ വിരിച്ച ഒരു ട്രേയിലേക്ക് അടുക്കിയെടുക്കാം. കുക്കികൾ അടുക്കുമ്പോൾ ഗ്യാപ്പ് ഇട്ടേ അടുക്കാവൂ. ട്രേയിലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ഓവൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഓവനിലേക്ക് മാറ്റാം. 170 ഡിഗ്രി സെൽഷ്യസിൽ 15 മുതൽ 17 മിനിറ്റ് വരെയാണ് ഈ കുക്കിയുടെ ബേക്കിംഗ് ടൈം. ഓരോ ഓവൻ അനുസരിച്ചും ടൈമിങ്ങിൽ ചെറിയ വ്യത്യാസം വരാം. ബേക്കിംഗ് കഴിയുമ്പോഴും കുക്കി സോഫ്റ്റ് ആയിരിക്കും. നന്നായി ചൂടാറി കഴിയുമ്പോഴേ ഇത് ഹാർഡ് ആവുകയുള്ളൂ. അപ്പോൾ നമ്മുടെ കുക്കി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പിയും ടേസ്റ്റിയും ആയിട്ടുള്ള കുക്കിയാണിത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കില്ലേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.